By the way, ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാം. അതായത് ഈ ക്വിക്ക് ഷിഫ്റ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനകത്ത് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ പേർപ്പസിൽ അതായത് എന്താണ് ക്വിക്ക് ഷിഫ്റ്റർ എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. വാട്ട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ക്വിക്ക് ഷിഫ്റ്റർ, എന്താണ് ഓട്ടോ ബ്ലിപ്പർ, എന്താണ് ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിംഗ്, പിന്നെ ഞാൻ ഇതിനകത്ത് എന്തിനാണ് ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തത്, എങ്ങനെ ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ഓൾറെഡി റീസ്റ്റാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒരുപാട് ടോർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ടും ഞാൻ ഈ ഒരു റേസ് ഓപ്ഷനായ ക്വിക്ക് ഷിഫ്റ്റർ ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ വന്നിരിക്കുന്നത് ഹോണ്ടയിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഹോണ്ടേൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ തന്നെയാണ്. ഇതേ സെയിം ക്വിക്ക് ഷിഫ്റ്റർ എക്യുപ്മെൻറ്റ് തന്നെയാണ് ഞാൻ പണ്ട് ഹോണ്ടയുടെ CB1000R എന്ന് പറയുന്ന വണ്ടി ഓടിച്ചപ്പം ഉപയോഗിച്ചത്. അപ്പോൾ തന്നെ ഞാൻ ഒരുവിധം ഹാപ്പി ആയിരുന്നു ഈ ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ മുകളിൽ. ഇത് നോട്ട് ദ ബെസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ സർട്ടൻലി പറയാം. കാരണം ഞാൻ ഉപയോഗിച്ച ക്വിക്ക് ഷിഫ്റ്ററിൽ ഏറ്റവും നല്ല ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ട്രിപ്പിളാണ് കണ്ടിട്ടുള്ളത്. സ്ട്രീറ്റ് ട്രിപ്പിൾ R ഉപയോഗിച്ചൊരു സമയത്ത്. പിന്നെ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്ക് 790ൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഹോണ്ട CB650R 1000R കണ്ട അതേ ക്വിക്ക് ഷിഫ്റ്റർ തന്നെയാണ്. അപ്പോൾ സംഭവം ഭയങ്കര സീംലെസ് ആണ്. അപ്പോൾ എന്താണ് ക്വിക്ക് ഷിഫ്റ്റർ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇതൊരു ക്ലോസ്ഡ് റോഡാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സ്പീഡ് എടുക്കുന്നത്. ഇതൊരു പബ്ലിക് റോഡല്ല. അപ്പം ഇതാണ് ക്വിക്ക് ഷിഫ്റ്റിംഗ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നും കൂടെ ഞാൻ ഈ ക്ലിപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലച്ച് പുള്ളിയോ ത്രോട്ടിൽ കട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് റേസ് ട്രാക്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ടക്ക് 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 ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ ഉപകാരപ്രദമാവുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനാണ് ശരിക്കും നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സെൻസർ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ഒരു സെൻസർ ഉണ്ട്. ബൈ ദ വേ, ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാം. അതായത് ഈ ക്വിക്ക് ഷിഫ്റ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിനകത്ത് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ പേർപ്പസിൽ അതായത് എന്താണ് ക്വിക്ക് ഷിഫ്റ്റർ എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ ക്വിക്ക് ഷിഫ്റ്റർ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പം ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സെൻസർ ഉണ്ട്. ഈ സെൻസർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നോക്കി നിൽക്കും. അതായത് ഗിയർ ലിവറിൻ്റെ മുകളിൽ കാല് വെച്ച് ഇങ്ങനെ ടക്ന്ന് ചെയ്യുന്ന ഒരു സമയത്ത് ഈ സെൻസർ ഒരു സിഗ്നൽ ECUലേക്ക് കൊടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ത്രോട്ടിൽ കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനിലേക്കുള്ള സ്പാർക്കുകളും ഇല്ലാണ്ടാക്കുക, ഫ്യൂലും ഇല്ലാണ്ടാക്കുക. അതെല്ലാം ഇത് ഇന്റേണലി ചെയ്തോളും. ഒരു മൊമെന്റിലേക്ക് അത് ചെയ്യും. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇത് അപ്ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്താണ് ക്ലച്ച്ലെസ് അപ്ഷിഫ്റ്റ് എന്ന്. കാരണം ക്ലച്ച്ലെസ് അപ്ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം എക്യുപ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലച്ച്ലെസ് അപ്ഷിഫ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ക്ലച്ച്ലെസ് അപ്ഷിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇതേ സംഭവം തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെ ആ ഒരു ഹെൽപ്പില്ല അത് ചെയ്യുക. അതായത് ക്ലച്ച് യൂസ് ചെയ്യാതെ തന്നെ ത്രോട്ടിൽ കട്ട് ചെയ്ത് അപ്ഷിഫ്റ്റ് ചെയ്യുക. ഇത് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഗിയർ ബോക്സിനോ ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് എക്സ്പേർട്സ് ആയുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. ഞാൻ എക്സ്പേർട്സ് ആയുള്ള ആൾക്കാരുടെ ആ ഒരു വാക്ക് കേട്ട് വിശ്വസിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു സംഭവം പറയുന്നത്. പക്ഷേ ആ ഒരു നാക്ക് കിട്ടാൻ കുറച്ചൊരു സമയം പിടിക്കും. ഈ ഒരു ക്ലച്ച്ലെസ് അപ്ഷിഫ്റ്റിന് ആ ഒരു നാക്ക് കിട്ടാൻ കുറച്ചൊരു സമയം പിടിക്കും. അപ്പോൾ ഇതാണ് ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം ഓട്ടോ ബ്ലിപ്പർ എന്ന് വെച്ചാൽ എന്താണ്. ഈ ഓട്ടോ ബ്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയുള്ള ഒരു സംഭവം ചെയ്യുന്നതാണ്. നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ ഇപ്പോൾ യൂസ് ചെയ്തത് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഇതിൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യും. ഇപ്പം 6 ഗിയറിലാണ്, ഞാൻ 5th ഗിയറിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെയാണ് ത്രോട്ടിൽ ബ്ലിപ്പിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ മെക്കാനിക്കലിയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം മെക്കാനിക്കലി ചെയ്യുന്നതിന് പകരം ഇതും ECU ചെയ്ത് തന്നാൽ നമുക്ക് അവിടെയും ത്രോട്ടിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സംഭവം ECU ചെയ്യുന്നതിനാണ് നമ്മൾ ഓട്ടോ ബ്ലിപ്പിംഗ് പറയാം. ഇതിനെ വേറൊരു ടെക്നോളജി തന്നെ വിളിക്കണം. കാരണം ക്വിക്ക് ഷിഫ്റ്ററും ഓട്ടോ ബ്ലിപ്പറും ഒരുമിച്ച് വരുന്നതുണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ മാത്രമായിട്ട് വരുന്നതുകൊണ്ട്. അപ്പോൾ ഓട്ടോ ബ്ലിപ്പർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബും ബും എന്നുള്ളത് അത് തന്നെ ചെയ്തോളും. അതായത് കുറച്ച് ത്രോട്ടിൽ ഈ ബ്ലിപ്പിംഗ് ഇലക്ട്രോണിക്കലി കൊടുക്കും. പക്ഷേ ഇത് നമ്മളെ വണ്ടികളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മളെ വണ്ടിയിൽ റൈഡ് ബൈ വയർ ടെക്നോളജിയിൽ ഓടുന്ന വണ്ടിയായിരിക്കണം. ഇതിപ്പോൾ ആക്ച്വലി റൈഡ് ബൈ വയറിലല്ല ഓടുന്നത്, ഇത് നോർമൽ കേബിളിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഓട്ടോ ബ്ലിപ്പർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ വണ്ടിയിൽ ഇതൊക്കെ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓട്ടോ ബ്ലിപ്പർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങളുടെ വണ്ടി റൈഡ് ബൈ വയറിൽ ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓട്ടോ ബ്ലിപ്പർ വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല ഇതിന് ചെറിയൊരു ECUലേക്ക് ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു പിഗി ബാക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതല്ല, ഇനി ക്വിക്ക് ഷിഫ്റ്റർ നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ OEM ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അതായത് ഹോണ്ടയിൽ നിന്നുള്ള അതേ ക്വിക്ക് ഷിഫ്റ്ററിനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്.
ഇതിനകത്ത് അതിനുള്ള കപ്ലർ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ ചോദിക്കുക. അതായത് ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ വണ്ടീൻ്റെ മേലെ ചേട്ടന്മാരായിട്ടുള്ള വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ക്വിക്ക് ഷിഫ്റ്റർ നിങ്ങളുടെ വണ്ടിയിൽ ഉപയോഗിക്കാനുള്ള സാമഗ്രികൾ ഉണ്ടോ എന്ന് ചോദിക്കാം. ഈ കപ്ലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ഞാനിപ്പോൾ ചെയ്ത പോലെ. അതല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള കുറേ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് കിട്ടും. അതും എഗെയിൻ ഒരു ചെറിയ ECU മോഡിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തിന് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ശരിക്കും ഒരു റേസ് ട്രാക്കിലാണ് നമ്മൾ ഈ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് മുന്നേ ത്രോട്ടിൽ ചെയ്തൊരു സമയത്ത്, നല്ല ഹൈ ത്രോട്ടിൽ പോകുന്നൊരു സമയത്ത് ഈ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ഇതേ അറിയില്ല, ഭയങ്കര സീംലെസ് ആയിട്ട് പോകും. ഞാൻ എൻ്റെ ആഫ്രിക്ക ട്വിൻ്റെ വീഡിയോനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, DCD ഓടിച്ചൊരു സമയത്ത്. അതായത് വണ്ടി ഗിയർ മാറുന്നത് അറിയില്ല, അതുപോലെ തന്നെയാണ് ഇതിനകത്തും. പക്ഷേ ഗിയർ മാറുന്നത് നമ്മൾ മാറ്റുകയാണ്, അതുകൊണ്ട് നമുക്കറിയും. അതല്ലാതെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ജേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലോവർ RPMസിൽ ചെയ്യുന്ന ഒരു സമയത്ത് ചെറിയൊരു ജേക്കോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഞാൻ ഓടിച്ചതിൽ ഏറ്റവും നല്ല ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ട്രയംഫിൻ്റെ വണ്ടികളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ BMW S1000RR ഞാൻ ലേറ്റസ്റ്റ് ഓടിച്ചൊരു സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വളരെ നല്ല ക്വിക്ക് ഷിഫ്റ്ററാണ്. കാരണം അതിനും ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് പ്രോഗ്രാമബിൾ ആണ്. നിങ്ങളിപ്പം പുറത്തുനിന്നാണ് വാങ്ങുന്നത്, ആഫ്റ്റർ മാർക്കറ്റാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാമബിൾ ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോകണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യിക്കണമെങ്കിൽ. കാരണം ഇതിൻ്റെ പ്രോഗ്രാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലോവർ കട്ട് ഓഫ് ഉണ്ടാവും, അത് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ലോവർ കട്ട് ഓഫ്, അപ്പർ കട്ട് ഓഫ് ഇതെല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത്. ഇനി ഞാനിതെന്തിനു വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ടൂറിങ് ചെയ്യുന്ന ഒരാളാണ് വളരെ അധികമായിട്ട്. ഞാൻ ഈ ബൈക്ക് ട്രാക്കിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു വണ്ടി ട്രാക്കിൽ ഓടിക്കാൻ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് പറയാം. പക്ഷേ ഈ ഒരു വണ്ടി ഞാൻ ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1000 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ ഉപയോഗിച്ചു ഈ ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ട്. എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സാധാരണ ടൂർ ചെയ്യുന്നതിനും കുറച്ചും കൂടെ എനർജി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ കണ്ടുപിടിക്കേണ്ടത് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നോർമൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ത്രോട്ടിൽ കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ക്ലച്ച് പുൾ ചെയ്യും, എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? അതായത് ത്രോട്ടിൽ ചെയ്ത് വണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ആക്ച്വലി ഹാൻഡിൽ ബാർ പിടിച്ച് പുറകോട്ട് വലിക്കുകയാണ്, പുള്ളിയാണ് ചെയ്യുന്നത്. അതായത് വണ്ടി മുൻപോട്ട് പോകുമ്പം അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ ബാറിനെ പിടിച്ച് പിന്നോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജീനെ E1 എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നു. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നൊരു സമയത്ത് പെട്ടെന്ന് ത്രോട്ടിൽ കട്ട് ചെയ്യുന്നൊരു സമയത്ത് വണ്ടി ശരിക്കും ഡിപ്പ് ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഡിപ്പ് ചെയ്തപ്പം നമ്മൾ മുന്നോട്ട് വീഴുന്ന ആ ഒരു ഫീൽ വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഹാൻഡിൽ ബാർ അങ്ങോട്ടേക്ക് തള്ളാനാണ് ശ്രമിക്കുക. ആ ഒരു എനർജീനെ നമുക്ക് E2 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നമ്മൾ തള്ളി, അതിനുശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്തു. പിന്നെയും നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഹാൻഡിൽ ബാർ പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് 3 എനർജികളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, E1, E2, E3 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീംലെസ് ആയതുകൊണ്ട് ഗിയർ മാറുന്നതേ അറിയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ E2ഉം E3 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിപ്പം നിങ്ങൾക്ക് തോന്നും വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിനിടയിൽ എന്തിനാണ് ഫിസിക്സും ബയോളജിയൊക്കെ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. കാരണം ക്ലച്ച് ലിവർ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കുറേ എനർജി സ്പെൻഡ് ആവും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജേർക്ക്, ഇങ്ങനെ ചാടി പോകുന്ന ആ ഒരു ജേർക്ക് ഫീൽ മാറുന്നതോടുകൂടി ബാക്കിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇത് ഒരുപാട് എനർജി സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് എനിക്ക് ഇതിൻ്റെ മുകളിൽ അഭിപ്രായമുള്ളത്. അപ്പം നിങ്ങളുടെ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വണ്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പോവാം. അതല്ല ഒരു ആക്സസറി ആയിട്ട് തരികയാണെങ്കിൽ, ടൂർ ചെയ്യുന്ന ഒരാളാണ്, ട്രാക്കിൽ പോകുന്നില്ല, പിന്നെ എനിക്കത് വേണോ എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വിക്ക് ഷിഫ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് likes and comments. See you in the next video. Until then, bye bye.